ഈ ലോക്ക് സ്ക്രീൻ കണ്ടോ? സിമ്പിളായിട്ട് തോന്നുന്നല്ലേ? എന്നാൽ ഇങ്ങനെ ടിൽറ്റ് ചെയ്യുമ്പോൾ മാറി മറിയുന്ന ലോക്ക് സ്ക്രീൻ കണ്ടില്ലേ? ആപ്പിളുടെ ഐഫോണിലുണ്ടോ ഈ ഫീച്ചർ? എന്നാൽ ഐഫോണിലുള്ള ചില ഫീച്ചേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്, അത് ഞാൻ ഷെയർ ചെയ്യാം. സോ ഫൈനലി വിവോ ആൻഡ് ഐക്യു യൂസേഴ്സ് കാലങ്ങളായി കാത്തിരുന്ന ഒറിജിൻ OS 6 അപ്ഡേറ്റ് വന്നിരിക്കുന്നു. കുറേ പുതിയ ഫീച്ചേഴ്സ്, പുതിയ ലുക്ക്, പുതിയ ആനിമേഷനോട് കൂടിയാണ് ഈ ഒറിജിൻ OS 6ന്റെ വരവ്. ഞാൻ എൻ്റെ വിവോ X200 പ്രോയിലാണ് ഈ ഒറിജിൻ OS 6ന്റെ ബീറ്റ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ കാണുന്ന ഐക്യു നിയോ 10R നമ്മുടെ പഴയെന്ന് പറയാൻ പറ്റൂല, ഇപ്പോഴും ലേറ്റസ്റ്റ് തന്നെയാണ് ഫൺ ടച്ച് OS 15 ഉള്ളത്. ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിക്കേണ്ടി വന്നാൽ ഞാൻ ഈ രണ്ട് ഫോൺസിൽ കാണിച്ചു തരാം. ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ടെക് വീഡിയോസ് മിസ് ആവാതിരിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. സോ ലോക്സിനെ എടുത്തിട്ട് പിഞ്ച് ഔട്ട് ചെയ്യണം, അൺലോക്ക്, മേളിലേക്ക് സ്വൈപ്പ് ചെയ്ത് പ്ലസ്, അതായത് കണ്ടോ ഫ്ലിപ്പ് കാർഡ്സ്, ഇതിൽ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ഇവിടെ നമുക്ക് 4 ഫോട്ടോസ് വരെ സെലക്ട് ചെയ്യാൻ പറ്റും. ഡൺ. ഇനി നമ്മൾ ലോക്ക് സ്ക്രീൻ എടുത്ത് അങ്ങോട്ട് ഇങ്ങോട്ട് ടിൽറ്റ് ചെയ്താൽ ഈ 4 ഫോട്ടോസ് ഇങ്ങനെ മാറി മറിയും. വെരി വെരി കൂൾ ഫീച്ചർ. നല്ല രസമുണ്ട്. ഇതാണ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, ലോക്ക് സ്ക്രീൻ, ഹോം സ്ക്രീൻ. ഒന്നുകൂടെ കാണിച്ചു തരാം. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, ലോക്ക് സ്ക്രീൻ, നൈസ് കൂൾ ആനിമേഷൻസ്. ഇതാ ഇവിടെ കോമ്പിനേഷനിൽ പോയാൽ ഇതാ കണ്ടില്ലേ, ഇഷ്ടം പോലെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഒറിജിൻ OS, ഗ്ലോയിങ് ഫ്ലവേഴ്സ്, ഫ്ലിപ്പ് കാർഡ്സ്, ഈ എർത്ത് കളേഴ്സ് കണ്ടോ? ഇതാണ് ബേസിക്കലി നമ്മുടെ iOS 26 വന്നിരിക്കുന്ന നീണ്ട ടെക്സ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ പോകുന്ന സംഭവം ഉണ്ടല്ലോ, ആ സെയിം സംഭവം ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആ ഒരു ഡെപ്ത് എഫക്റ്റ് കിട്ടും. അതായത് നമ്മുടെ സബ്ജക്റ്റിൻ്റെ ബാക്കിലേക്ക് ആ ഒരു ക്ലോക്ക് പോകുന്നുണ്ട്, ഇത് കണ്ടില്ലേ? പിന്നെ ഈ ടെക്സ്റ്റ് ഉണ്ടല്ലോ, ക്ലോക്കിൻ്റെ ടെക്സ്റ്റ്, അതിൻ്റെ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. ഫിലിം ഫിൽറ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് ഇതാണ്ടല്ലേ, നമുക്ക് വേണമെങ്കിൽ ഫിൽറ്റേഴ്സ് ഇടാൻ പറ്റും. ഒന്നെങ്കിൽ കംപ്ലീറ്റ് ഫോട്ടോയിൽ ഫിൽറ്റർ ഇടാം, അല്ലെങ്കിൽ സബ്ജക്റ്റിനെ മാറ്റി നിർത്തിക്കൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ മാത്രമായിട്ട് ഫിൽറ്റേഴ്സ് ഒക്കെ ഇടാൻ പറ്റും. പിന്നെ വേണമെങ്കിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയുടെ സെറ്റിംഗ്സിൽ കയറിയിട്ട് പലതരത്തിലുള്ള ക്ലോക്ക് സ്റ്റൈൽ സെലക്ട് ചെയ്യാം. ഫൈനലി ലോക്ക് സ്ക്രീനിൽ വിഡ്ജറ്റുകൾ ഇടാൻ പറ്റും. ഫൺ ടച്ച് OS 15 ആ ഒരു ഫീച്ചർ ഇല്ലായിരുന്നു, ഇപ്പം ഇവിടെ വന്നിട്ടുണ്ട്. അത് കണ്ടില്ലേ? ഈ കാണുന്ന വിഡ്ജറ്റ്സ് ആണ് ഉള്ളത്. സോ സ്റ്റെപ്പ് കൗണ്ട് ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്, താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഡിവൈസ്, ബാറ്ററി, ടുഡേസ് വെതർ, ഈ പറഞ്ഞ വിഡ്ജറ്റ്സ് ഒക്കെ നമുക്ക് ഈസിലി ചേർക്കാൻ പറ്റും. പിന്നെ നോട്ടിഫിക്കേഷൻ ഷെയ്ഡിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ് ഉണ്ടല്ലോ, അതിന്റെ ട്രാൻസ്പെറൻസി കുറച്ചും കൂടി ബെറ്റർ ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മേളിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഈ പാസ്വേഡ് എൻട്രി സ്ക്രീൻ ഉണ്ടല്ലോ, അതിലും മാറ്റം വന്നിട്ടുണ്ട്. ബട്ടൺസ് കുറച്ചും കൂടി ആ ഒരു ഗ്ലാസ് ട്രാൻസ്പെറൻറ്റ് എഫക്റ്റിലാണ് വരുന്നത്. ഇത് ഓൾറെഡി മറ്റെല്ലാ UIസിലും വന്നിട്ടുണ്ട്. ഫൈനലി വിവോ ഐക്യു ഫോൺസിന് വന്നിരിക്കുകയാണ്. അതാണ് നമുക്ക് വേണമെങ്കിൽ റൈറ്റിൽ നിന്ന് സ്വൈപ്പ് ഡൗൺ ചെയ്ത് ക്വിക്ക് ടോഗിൾസ് ഓപ്പൺ ചെയ്യാം. ലെഫ്റ്റിൽ നിന്ന് സ്വൈപ്പ് ഡൗൺ ചെയ്താൽ നോട്ടിഫിക്കേഷൻ ഷെയ്ഡ് തുറന്നു വരും. ഇനി നമുക്കിത് സെപ്പറേറ്റ് വേണ്ടെങ്കിൽ ഒരുമിച്ചും വെക്കാൻ പറ്റും ക്ലാസിക് രീതിയിൽ. ക്വിക്ക് ടോഗിൾസിന്റെ ലേ ഔട്ട് ആണെങ്കിലും അതിൻ്റെ ഒരു ഡിസൈൻ ആണെങ്കിലും അത് മൊത്തം മാറ്റിയിട്ടുണ്ട്. അത് കണ്ടില്ലേ വ്യത്യാസം? ഫൺ ടച്ച് OS 15 വേഴ്സസ് ഒറിജിൻ OS 6 കുറച്ചുകൂടി മോഡേൺ ലുക്കിലാണ് വരുന്നത്. നല്ല സ്റ്റൈലിഷ് ഗ്ലാസ് എഫക്റ്റ് ഉള്ള, ട്രാൻസ്പെറൻറ്റ് എഫക്റ്റ് ഉള്ള ടോഗിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ പുതിയ മീഡിയ പ്ലെയർ വന്നിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് വേണമെങ്കിൽ യൂട്യൂബ്, മ്യൂസിക് പ്ലെയർ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫോൺ സൈലന്റ് ആൻഡ് വൈബ്രേഷൻ മോഡിൽ ഇടാൻ വേണ്ടിയുള്ള ടോഗിൾസ് ഉണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ടോഗിൾസിന്റെ അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ഓർഡർ ചേഞ്ച് ചെയ്യാൻ പറ്റും. ദാ ഇങ്ങനെ മേളിലേക്ക് സ്വൈപ്പ് ചെയ്ത് ഇവിടുന്ന് വിഡ്ജറ്റ്സ് സെലക്ട് ചെയ്താൽ ചില പുതിയ വിഡ്ജറ്റ്സ് വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഹെൽത്ത് കണ്ടോ? ഇത് ഉപയോഗിച്ച് നമുക്ക് സ്റ്റെപ്പ് കൗണ്ട് ആണെങ്കിലും കാലറീസ് ആണെങ്കിലും നമ്മൾ കുടിക്കുന്ന വെള്ളവും കാര്യങ്ങളും അതൊക്കെ നമുക്ക് ഇവിടുന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഡിവൈസ് മാനേജ്മെന്റ് ഉപയോഗിച്ച് നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ആയിരിക്കുന്ന ഇയർഫോൺസ് ആണെങ്കിലും വാച്ച് ആണെങ്കിലും അതിന്റെ ബാറ്ററി സ്റ്റാറ്റസ് അറിയാൻ പറ്റും. നോട്ട്സ് വിഡ്ജറ്റ് എടുത്താൽ ഇവിടെ നമുക്ക് മെമ്മോ ഉണ്ട്, നോട്ട്സ്, സ്കെച്ച്, ടു ഡു ലിസ്റ്റ്. പിന്നെ ഞാൻ നോട്ടീസ് ചെയ്ത ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വോളിയം കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും കാണിക്കുന്ന വോളിയം ബാർ ഉണ്ടല്ലോ, അത് ഫൺ ടച്ച് OS 15 ഭയങ്കര പഴഞ്ചനായിരുന്നു, കാണാൻ ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. പക്ഷേ ഇവിടെ അത് വീണ്ടും മോഡേൺ ആക്കിയിട്ടുണ്ട്. നിങ്ങൾ മേളിലേക്ക് സ്വൈപ്പ് ചെയ്ത് ആപ്പ് ഡ്രോർ ഓപ്പൺ ചെയ്താൽ ഫോർ എക്സാമ്പിൾ ഫോൺ ആപ്പിന്റെ ഡിസൈൻ മാറ്റിയിട്ടുണ്ട്, ഗാലറി ആപ്ലിക്കേഷന്റെ ഡിസൈൻ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഏത് ഐക്കൺ ആണെങ്കിലും അത് കുറച്ചും കൂടി റൗണ്ടഡ് ആക്കിയിട്ടുണ്ട്, മോഡേൺ ലുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു എക്സ്ട്രാ ഡെപ്തിന്റെ ഫീലും കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും മേളിലുള്ള ഈ സെർച്ച് ബാർ ഉണ്ടല്ലോ, അതിലും മാറ്റം വന്നിട്ടുണ്ട്. ഈ 2 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്താൽ ഒരു പുതിയ മാനേജ് ഫീച്ചർ വന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്നിൽ കൂടുതൽ ഐക്കൺസ് ഒരൊറ്റ ഫോൾഡറിൽ ഇട്ട് വെക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ ആപ്ലിക്കേഷന് വേണ്ടിയുള്ള ഒറ്റ ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അതിലെല്ലാം ഗൂഗിൾ ആപ്ലിക്കേഷൻസ് ഇതിനെ സെറ്റ് ചെയ്യാൻ പറ്റും. വിവോ ഐക്യു തരുന്ന ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, ഫസ്റ്റ് പാർട്ടി ആപ്ലിക്കേഷൻസ്, എല്ലാ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യുമ്പോൾ എവിടെയെങ്കിലൊക്കെ അവർ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ആൽബംസ് കണ്ടില്ലേ, ലേ ഔട്ടിൽ മാറ്റം വന്നിട്ടുണ്ട്. ചെറിയ മാറ്റമാണ്, അതായത് ആ ഫോണ്ട് കുറച്ച് ഇങ്ങോട്ടാക്കിയിട്ടുണ്ട് അല്ലേ, ചെറിയ ചെറിയ മാറ്റങ്ങളാണ്. പക്ഷേ കാണാൻ നല്ല രസമുണ്ട് ഈ പുതിയ ഒറിജിൻ OS 6 ആൽബം. അതുപോലെ തന്നെ ക്ലോക്ക് ആപ്ലിക്കേഷൻ കണ്ടില്ലേ, ആ ടെക്സ്റ്റ് ആണെങ്കിലും ലേ ഔട്ട് ആണെങ്കിലും. പിന്നെ ഇവിടെ നമ്മൾ ക്ലോക്ക് എടുത്താൽ ഒരു ക്ലോക്ക് തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ സ്റ്റോപ്പ് വാച്ച് ടൈമർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ട് ആ ഒരു ഓപ്ഷൻസ്. പിന്നെ ഈ പ്ലേ ബട്ടൺ കണ്ടില്ലേ, ചെറിയൊരു ഷാഡോ എൻ്റെ താഴെ അവർ കൊടുത്തിട്ടുണ്ട്. ഇനി ഫോൺ ആപ്ലിക്കേഷൻ എടുത്ത് നോക്കിയാലോ, അവിടെയും ഇതാ കണ്ടില്ലേ, ആ കോൺടാക്ട്സ് എഴുതിയിരിക്കുന്ന മുട്ടൻ സൈസ് ആയിരുന്നു. ഇവിടെ അത് ചെറുതാക്കിയിട്ട് ഒന്ന് താത്തി ഇവിടെ പിടിച്ചിട്ടുണ്ട്. ഒരു ഫോട്ടോ എടുത്തിട്ട് എഡിറ്റ് ക്ലിക്ക് ചെയ്താലും ഇതാ കണ്ടില്ലേ, ടൂൾസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ലേ ഔട്ടിലാണ് വരുന്നത്. നല്ല മോഡേൺ ലുക്ക് കിട്ടുന്നുണ്ട്. ടൂൾസിന്റെ ലേ ഔട്ട് തന്നെ കണ്ടില്ലേ, കാണാൻ നല്ല രസമുണ്ട്, ഉപയോഗിക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്താൽ കണ്ടില്ലേ, ഓരോ സെറ്റിംഗിന്റെ താഴെ ചെറിയൊരു ലൈൻ അല്ലെങ്കിൽ ഡിവൈഡർ അവർ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലുള്ള
ഇവിടെയുള്ള ഈ ഐക്കൺസ് കണ്ടില്ലേ, അതിൽ മാറ്റം വന്നിട്ടുണ്ട്. കുറച്ചും കൂടി കോമ്പാക്റ്റും ചെറിയ സൈസിലാണ് വരുന്നത്. പിന്നെ ഇത് മെയിൻ സെറ്റിംഗ്സ് പേജിൽ മാത്രമല്ല, നിങ്ങൾ ഓരോ സെറ്റിംഗ്സ് എടുത്ത് നോക്കുമ്പോഴും അവിടെ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ, പുതിയ ഫീച്ചേഴ്സ്, കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ്, പഴയതിൽ ഡാർക്ക് മോഡിൻ്റെ ഒരു ടോഗിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ലൈറ്റ് മോഡ്, ഡാർക്ക് മോഡിൻ്റെ 2 ഇമേജ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സ്ലൈഡർ നമ്മൾ ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് സ്ലൈഡ് ചെയ്യുമ്പോൾ താഴെ ചെറിയൊരു ഷാഡോ വരുന്നുണ്ട്, കണ്ടില്ലേ. ബാറ്ററി സെറ്റിംഗ്സ് എടുത്ത് നോക്കിയാൽ ഇവിടെയും കണ്ടില്ലേ, ആ ഒരു ലേ ഔട്ട് ആണെങ്കിലും ഓപ്ഷൻസ് ആണെങ്കിലും അവിടെ ചെറിയ ചെറിയ മാറ്റങ്ങൾ അവിടെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. സോ ഓരോ ആപ്ലിക്കേഷൻ എടുത്തിട്ട് അവിടെ വന്നിരിക്കുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളെല്ലാം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങിയാൽ നമ്മളിവിടെ മണിക്കൂറുകളോളം ഇരിക്കേണ്ടി വരും. അങ്ങനെ ഡീറ്റെയിലിംഗ് ആണ് വിവോ ഇവിടെ ചെയ്തിരിക്കുന്നത്. സോ റിയലി നൈസ് വർക്ക്. നിങ്ങൾ ഡൈനാമിക് ഐലൻഡ് എന്ന് കേട്ട് കാണും. ഇതാണ് ഒറിജിൻ ഐലൻഡ്. ബേസിക്കലി ഡൈനാമിക് ഐലൻഡിന് ഇൻസ്പിറേഷൻ എടുത്തിരിക്കുകയാണ്. അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓൺ ഗോയിങ് ആക്ടിവിറ്റീസ്, ഫോർ എക്സാമ്പിൾ ടൈമർ ആണെങ്കിൽ നമ്മളിങ്ങനെ സ്വൈപ്പ് അപ്പ് ചെയ്താൽ മേളിലേക്ക് കയറി പോകും. നമുക്ക് മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസ് ഒരുമിച്ച് ചെയ്യാൻ പറ്റും. ആനിമേഷൻസ് നല്ലതാണ്, ഓക്കെ. പക്ഷേ സെറ്റിംഗ്സിൽ കയറി നോക്കിയപ്പോൾ ഈ പറയുന്ന ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഓപ്ഷൻസ് മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. സോ യൂട്യൂബ് ഞാൻ കാണുന്നില്ല. സ്വിഗ്ഗി, സൊമാറ്റോ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കി, അതിൻ്റെ ഓപ്ഷൻ ഇവിടെ വരുന്നില്ല. ഒരുപക്ഷെ ബീറ്റ വെർഷൻ ആയതുകൊണ്ടായിരിക്കും. സ്റ്റേബിളിലേക്ക് വരുമ്പോൾ ഐ തിങ്ക് സൊമാറ്റോ, ഊബർ, യൂട്യൂബ്, പിന്നെ സ്വിഗ്ഗി ഇതെല്ലാം സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. എന്നാൽ ഈ ഒറിജിൻ ഐലൻഡ് ഫീച്ചറിൽ ഡ്രാഗ് ആൻഡ് ഗോ എന്നൊരു പുതിയ ഫീച്ചർ വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് വെരി നൈസ് ആക്ച്വലി. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവിടെ ഒരു ഫോട്ടോ കണ്ടു. ആ ഫോട്ടോ നമുക്ക് ഇങ്ങനെ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് മേളിലേക്ക് സ്വൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ ഈ ഒരു വലിയ ഒറിജിൻ ഐലൻഡ് ഓപ്പൺ ആയി വരും. അതിൻ്റെ അകത്ത് ആപ്ലിക്കേഷൻ ഐക്കണെ കാണിക്കുന്നുണ്ട്. സോ ഡയറക്റ്റ്ലി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ നോട്ട്സിലേക്കോ അല്ലെങ്കിൽ വാട്സാപ്പിലേക്ക് അത് കോപ്പി പേസ്റ്റ് അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. ഈവൻ ടെക്സ്റ്റ് നമുക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഡ്രാഗ് ചെയ്യുന്ന കോണ്ടന്റ് അനുസരിച്ചുള്ള ആപ്ലിക്കേഷൻസ് അവിടെ മേളിൽ കാണിച്ചു തരും. എന്നിട്ട് നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പറ്റാത്ത ചില മാറ്റങ്ങളുണ്ട്. അതായത് ഓവറോൾ എക്സ്പീരിയൻസ്, പ്രത്യേകിച്ചും ആനിമേഷൻസ് തീർച്ചയായിട്ടും സ്മൂത്ത് ആക്കിയിട്ടുണ്ട്. ഞാൻ ലെഫ്റ്റിൽ പഴയ ഫൺ ടച്ച് OS 15ഉം റൈറ്റിൽ പുതിയ ഒറിജിൻ OS ഒരുമിച്ച് കാണിച്ചു തരാം. റിഫൈൻഡ് ആണ്, കുറച്ചും കൂടി മോഡേൺ ഫീലാണ് തരുന്നത്. ഐ റിയലി ലൈക്ക് ദ ആനിമേഷൻസ്. അത് ഇവിടെ മാത്രമല്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വൈപ്പ് ചെയ്യുമ്പോഴും, റീസെന്റ് ആപ്ലിക്കേഷൻ മെനു എടുത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വൈപ്പ് ചെയ്യുമ്പോഴും, സ്ക്രോൾ ചെയ്യുമ്പോഴും. സോ ഈ ലേറ്റസ്റ്റ് ഒറിജിൻ OS 6 അടുത്ത മാസം തൊട്ട് നിങ്ങളുടെ ഫോൺസിലേക്ക് വരാൻ തുടങ്ങും. ഫസ്റ്റ് എന്തായാലും ഫ്ലാഗ്ഷിപ്പ് സീരീസിലൊക്കെ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഏതൊക്കെ ഡിവൈസിൽ എന്ന് വരും അത് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിച്ചു തരാം. സോ നിങ്ങളൊരു വിവോ ഐക്യു യൂസർ ആണെങ്കിൽ നിങ്ങൾ ഏത് ഫോണാണ് യൂസ് ചെയ്യുന്നത് താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ബൈ.